ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 11 മൂന്നാം അധ്യായം. മായാദി നിരൂപണം. രാജാവ് പറഞ്ഞു, പരനീശൻ മായികളമയക്കി വിഷ്ണുമായയാൽ അതോതിയാലും ഭഗവൻ കേൾക്കാനിച്ഛിച്ചിടുന്നു ഞാൻ. സംസാര ദുഃഖതപ്തൻ ഞാൻ മരിക്കും തക്ക ഭേഷജം തദ്വചസ്സെത്ര കേട്ടാലും പോരാ ഹരികഥാമൃതം. അന്തരീക്ഷൻ പറഞ്ഞു, ഭൂതാദ്യഹേതു നിർമ്മിച്ചു മഹാഭൂതങ്ങളാൽ നൃപ സ്വമാത്രാത്മപ്രസിദ്ധിക്കായിട്ടീയുച്ചാവചങ്ങളെ മഹാഭൂതങ്ങളാലല്ലോ തീർത്തു ഭൂതാദ്യകാരണൻ. സ്വമാത്രാത്മപ്രസിദ്ധിക്കായി നൃപ ഉച്ചാവചങ്ങളെ പഞ്ചധാതു ശരീരം തീർത്തന്തര്യാമിത്വമാർന്ന് അതിൽ വിഷയത്തെ ഭുജിപ്പിപ്പിതൊന്നായി 10 ജനങ്ങളാൽ. ആത്മപ്രകാശിത ഗുണൻ ജീവനാണിന്ദ്രിയങ്ങളാൽ സുഖദുഃഖങ്ങളുണ്ണുന്നു ഭ്രമിച്ചിടുന്നു മായയിൽ. അഭദ്രങ്ങൾ വഴിക്കേവം പുമാൻ കർമ്മവശം വദൻ നീങ്ങിടേണ്ടു ജനിമൃതിക്ലേശത്തിൽ പ്രളയം വരെ. ആദ്യന്തരഹിതം കാലം മഹാഭൂതമൊടുങ്ങവേ പിൻവലിച്ച അവ്യക്തമാക്കും വ്യക്തം ദ്രവ്യഗുണാത്മകം. അന്നൂഴിയിൽ ഘോരവർഷമുണ്ടാവും 100 വത്സരം. മുപ്പാരിനെ തപിപ്പിക്കും അത്യുഷ്ണം കൊണ്ടു ഭാനുമാൻ. അന്നു പാതാളത്തിൽ നിന്നായ അതിശേഷമുഖോദ്ഭവൻ തപ്തജിഹ്വകളാർന്നാളും എങ്ങുമേ സാനിലാനലൻ. പെയ്യും പ്രളയമേഘങ്ങൾ തുമ്പിക്കൈ പോൽ തുടർച്ചയായി 100 കൊല്ലം. ബ്രഹ്മഗോളം മുങ്ങുമാ ജലരാശിയിൽ ഉപാധിയാമീ അണ്ടത്തെ വിടുമന്നു വിരാട് വിധി. ഭസ്മത്തെത്തി എന്ന പോലെ സുസൂക്ഷ്മത്തിലൊളിക്കുവാൻ. ഭൂമി വെള്ളത്തിലരിഭൂവായുവാൽ ഹൃദഗന്ധയായി വെള്ളം ജ്യോതിസായിടുന്നു തദ്രസം വായുവാകവേ. രൂപം തമസ്സെടുത്താൽ ആ ജ്യോതിസ്സും വായുമാത്രമായി. സ്പർശമാകാശം ഗ്രഹിച്ചാൽ വായു ആകാശമാത്രമായി. കാലാത്മാവാൽ ശബ്ദഗുണം പോയാത്മാവാം നഭസ്സുമേ. ദേവന്മാരിന്ദ്രിയം ബുദ്ധി മനസ്സും ഭിന്ന ഭൂപതേ. അഹങ്കാരത്തോടൊത്താത്മാവിലാഴും തൽഗുണത്തോടെ ത്രിവർണയാം വിഷ്ണുമായ സൃഷ്ടിസ്ഥിതിലയാത്മിക. ഇവളത്രേ നൃപ ഭവാൻ കേൾപ്പാനിച്ഛിപ്പതെന്തിനെ. അജിതേന്ദ്രിയരാൽ താണ്ടാനാവില്ലീ വിഷ്ണുമായയെ മുനെ. കടക്കുന്നതെമ്മട്ട് അതിനെ സ്ഥൂലബുദ്ധികൾ. പ്രബുദ്ധൻ പറഞ്ഞു, കർമ്മങ്ങളെ ചെയ്വൂ നരൻ ദുഃഖം തീരാൻ സുഖം വരാൻ. നോക്കൂ പക്ഷേ കിട്ടിടുന്ന ഫലങ്ങൾ വിപരീതവും. കിട്ടാൻ ക്ലേശം സദാ ദുഃഖം. ആളെ കൊല്ലും പണം വഴി. ഗൃഹം സുതൻ ബന്ധു പശു ചലത്തെന്തു സുഖം തരും. കർമ്മനിർമ്മിതമിമ്മട്ടിൽ നശ്വരം പരലോകവും. സാമന്ത സൗഖ്യം പോൽ നാഗം സ്പർദ്ധനാശമസൂയയം. ജിജ്ഞാസു അതിനായി ശ്രേയപൂർത്തിക്കായാശ്രയിക്കണം വേദശാസ്ത്ര ബ്രഹ്മശാന്തിലീനനാം ഗുരുവര്യനേ ഹരേ. നേടേണമീ ഭാഗവതധർമ്മം ഗുരുവാത്മദൈവതൻ. ആത്മാത്മദഹരിപ്രീതി നേടാനാവുന്ന മാതിരി. ആദ്യം വേണ്ടത് അനാസക്തി, പിന്നെയോ സാധുസംഗവും. യഥോചിതം ജീവികളിൽ വിനയം ദയമൈത്രിയം. ക്ഷമധർമ്മം ശുചിത്വം സ്വാധ്യായം മൗനം സ്ഥിരാർജവം. സുഖദുഃഖങ്ങളിൽ സാമ്യം ബ്രഹ്മചര്യമഹിംസയും. ആത്മേശ്വരേക്ഷ കൈവല്യം നിർലേപം ഗൃഹവൃത്തിയിൽ. ജീർണവസ്ത്രം മരവുരി എന്തായാലും പ്രസന്നത. ശാസ്ത്രഭാഗവത ശ്രദ്ധ അന്യങ്ങളിൽ അനിന്ദയും. മനോവാക്കായ നിയമം സത്യം ശമദമാദിയം. ഹരിതഞ്ജനനം കർമ്മഗുണം അത്ഭുതചര്യയും കേട്ടോർത്തുപാടി. അതിനായി സർവജ്യേഷ്ഠാസമർപ്പണം. ഹരേ നാരായണ. യജ്ഞം ദാനം സദാചാരം പ്രിയവസ്തു ജപം തപം. പത്നിപുത്രൻ ഗൃഹം പ്രാണൻ സർവസ്വത്വനിവേദനം. കൃഷ്ണാത്മനാഥന്മാരായ മനുഷ്യരുടെ സൗഹൃദം.
ചരാചരപ്രിയം സാധു മഹാത്മപരിചര്യം തമ്മിൽ തമ്മിൽ പറയണം ഭഗവത് കഥപാവനം അന്യോന്യം പ്രീതി സന്തുഷ്ടി വേണം ദുഃഖനിവൃത്തിയം ഓർക്കുകിൽ തമ്മിൽ ഓർപ്പിക്കിൽ സർവപാപഘ്നനീശനാൽ സദാ രോമാഞ്ചമണിവൂ ഭക്തന്മാർ സാധുഭക്തിയാൽ കേഴും ചിരിക്കും ഭഗവാനെയോർത്തു സന്തോഷിക്കും എന്തോ പറയും കിറുക്കുപോൽ പാടും കളിക്കും ഹരി ചെയ്ത പോൽ സ്വയം ചെയ്യും ചലിക്കാതെ ലയിക്കും ഈശനിൽ ശിഷ്യനേവം ഭാഗവതധർമ്മം ശീലിച്ചു ഭക്തനായി കടക്കും ദുസ്തരമായ നാരായണ പരഞ്ജവം. രാജാവ് പറഞ്ഞു, നാരായണാഖ്യയുൾക്കൊണ്ട പരബ്രഹ്മസ്വരൂപനെ വിവരിക്കാൻ യോഗ്യരല്ലോ ഭവാൻമാർ ബ്രഹ്മവിത്തമർ. പിപ്പലായനൻ പറഞ്ഞു, ലോകോത്ഭവ സ്ഥിതിലയാന്തര ലോകോത്ഭവസ്ഥിതിലയാന്തരവേരമൂലം ഈ സ്വപ്നജാഗര സുഷുപ്തികളിൽ പുറത്തും ദേഹേന്ദ്രിയാസുഹൃദയങ്ങളിൽ വിസ്ഫുരിപ്പൂ സഞ്ജീവന പ്രമദത്തെ നൃപ സൂക്ഷ്മതത്വം. ലോകോത്ഭവസ്ഥിതിലയാന്തരവേരമൂലം ഈ സ്വപ്നജാഗര സുഷുപ്തികളിൽ പുറത്തും ദേഹേന്ദ്രിയാസുഹൃദയങ്ങളിൽ വിസ്ഫുരിപ്പൂ സഞ്ജീവന പ്രമദത്തെ നൃപ സൂക്ഷ്മതത്വം. ചിത്തേന്ദ്രിയങ്ങൾ മൊഴി ധീമിഴി ജീവനൊന്നുമെത്തില്ലതിൽ പൊരികൾ അഗ്നിയിലെത്തലില്ല ഗൂഢാർത്ഥമായി ഉപനിഷത്തിൽ ഇതല്ലിതെന്നോതുന്ന വസ്തു അനുഭൂതി വിധേയമത്രേ. ഗൂഢാർത്ഥമായി ഉപനിഷത്തിൽ ഇതല്ലിതല്ലെന്നോതുന്ന വസ്തു അനുഭൂതി വിധേയമത്രേ. ശോഭിച്ചിടുന്നു പരമാത്മപദത്തിലേതാ ബ്രഹ്മം വരിപ്പു ബഹുകാരണകാര്യരൂപം. ഒന്നാദിയിൽ ത്രിഗുണമായി അതിൽ നിന്നു സൂത്രം ഞാൻ ജ്ഞാനകർമ്മഫലരൂപ സമഗ്രശക്തി. ആത്മാവിനില്ല ജനിവൃദ്ധി തളർച്ച നാശം ബാല്യാദിയാം പരിണതിക്കത് സാക്ഷി മാത്രം. ആത്മാവിനില്ല ജനിവൃദ്ധി തളർച്ച നാശം ബാല്യാദിയാം പരിണതിക്കതു സാക്ഷി മാത്രം. ജ്ഞാനൈകരൂപൻ അനപായി നിജേന്ദ്രിയത്തിൽ ശക്തിയാ വികൽപ്പിതനസും ശക്തിയാ വികൽപ്പിതനുസൂപമ വൃത്തി സത്വം. അണ്ടത്തിൽ യോനി മുളവേർപ്പുകളിൽ ചരിപ്പൂ പ്രാണൻ സ്വജീവനോടുകൂടി വസിപ്പു. പക്ഷേ സ്വാപത്തിൽ ഇന്ദ്രിയമൊതുങ്ങി അഹം ശയിപ്പൂ ജാഗ്രത്തിലോർപ്പു. സുഖമായി ഉറങ്ങിനേൻ ഞാൻ ശ്രീപത്മനാഭചരണാശയിലാത്തഭക്ത്യാ സംശുദ്ധമായ കരളിൽ ഗുണകർമ്മ പുണ്യാൽ ദിവ്യ ഔഷധാൽ തിമിരബാധയകന്ന കണ്ണിൽ സൂര്യൻ കണക്കെ വിളയാടിടും ആത്മതത്വം. രാജാവ് പറഞ്ഞു, മനുഷ്യനെ സംസ്കരിച്ചു കർമ്മങ്ങൾ ഇഹ കൈവിടാൻ ശ്രേഷ്ഠജ്ഞാനത്തിലെത്തിക്കും കർമ്മയോഗമുരയ്ക്ക നീ. ആരാഞ്ഞേനച്ഛൻ്റെ മുമ്പിൽ സനകാദികളോടു ഞാൻ. ഇതു പണ്ട് അവർ യാതൊന്നും മിണ്ടിയിലെന്താണു കാരണം? ആവിർഹോത്രൻ പറഞ്ഞു, കർമാകർമ്മ വികർമ്മങ്ങൾ ഇന്ദ്രിയാതീതമാം ശ്രുതി ആംനായ പൗരുഷേയത്വം ഋഷിമാർക്കും പ്രഹേളിക. പരോക്ഷവാദമീ വേദം ബാലന്മാർക്കനുശാസനം. കർമ്മമോക്ഷാർത്ഥമിക്കർമ്മം രോഗിക്ക് അപ്രിയമൗഷധം. വേദോക്തം ആചരിക്കായിൽ അജ്ഞനാം അജിതേന്ദ്രിയൻ വിധർമ്മത്താൽ അധർമ്മത്താൽ പൂകും മൃത്യുവാൽ. വേദോക്ത കർമ്മമീ ശങ്കരർപ്പിക്കും സംഘമറ്റവൻ വരിപ്പൂ നൈഷ്കർമ്മ്യം ഉൾക്കൊള്ളേണ്ടതാണീ ഫലശ്രുതി. പരമാത്മോപാധി അഹങ്കാരം ഛേദിച്ചിടേണ്ടവൻ തന്ത്രോക്തി പോൽ കേശവനെ ശരിക്കുപചരിക്കണം. ഗുരുപദേശപ്രകാരം തദനുഗ്രഹയുക്തനായി ഉള്ളിൽ പതിഞ്ഞ രൂപത്തിൽ ഭഗവത് പൂജ ചെയ്യണം. കുളിച്ചു മൂർത്തിക്കു മുന്നിൽ പ്രാണസംയമനാദിയാൽ ശുദ്ധസത്വൻ വിഷ്ണുപൂജ ചെയ്യേണ്ടു ന്യാസരക്ഷിതൻ. ദ്രവ്യം ഭൂമി മനം മൂർത്തി പീഠവും ശുദ്ധമാക്കിയാൽ ലബ്ധദ്രവ്യങ്ങളാൽ പൂജ നിർവഹിക്കും ഉപാസകൻ. അർഘ്യപാദ്യാദി കൽപ്പിച്ചു മൂർത്തിയാവാഹന ചെയ്തവൻ ഹൃദ്യാദിയാൽ
കൃതന്യാസൻ ചൊല്ലണം മൂലമന്ത്രവും മൂലമന്ത്രത്താൽ ഉപാസ്യൻ സാങ്കോപാങ്കൻ സപാർഷദൻ പാദ്യാർഘ്യാചമനീയങ്ങൾ സ്നാനം വസ്ത്രം വിഭൂഷണം ഗന്ധം പൂവക്ഷതം മാല ധൂപം ദീപം നിവേദ്യവും നൽകി ക്രമാൽ പൂജിതനായി സ്തുതനായി നതനാവണം. ആത്മാവിനെ പ്രതിമയിൽ കാണണം ഹരിപൂജകൻ നിർമാല്യം ചൂടി ഹരിയെ തന്നിലേക്ക് ഉദ്വസിക്കണം. തീയിൽ സൂര്യനിൽ വെള്ളത്തിൽ ഹൃദയത്തിലും ഈ വിധം ഭഗവത് പൂജ ചെയ്തീടിൽ പ്രാപിക്കും ഭവമുക്തിയെ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.